1971 പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് അനുസരിച്ചാണ് വയനാട്ടിലെ 2 എസ്റ്റേറ്റുകളുടെ കൈവശമുള്ള 388 ഏക്കർ ഭൂമി വനം വകുപ്പ് ഏറ്റെടുത്തത്. പുൽപ്പള്ളി ഇരിളം വില്ലേജിലെ പാമ്പ്ര കോഫി പ്ലാന്റേഷന്റെ 89 ഹെക്ടർ ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള വിജ്ഞാപനത്തിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. പാമ്പ്ര എസ്റ്റേറ്റ് ഇപ്പോഴത്തെ ഉടമകൾ വാങ്ങുമ്പോൾ 298 ഹെക്ടർ ഭൂമിയാണ് കൈമാറിയതെന്ന് വനം വകുപ്പിന്റെ വിശദീകരണത്തിൽ പറയുന്നു. എന്നാൽ ഇപ്പോൾ 330 ഹെക്ടർ ഭൂമി എസ്റ്റേറ്റിന്റെ കൈവശമുണ്ട്. ഇതിൽ 243 ഹെക്ടറിലാണ് കാപ്പിത്തോട്ടമുള്ളത്. അതിനാൽ ബാക്കി വരുന്ന 89 ഹെക്ടർ വനഭൂമിയായി ഏറ്റെടുത്തുകൊണ്ടാണ് വനം വകുപ്പ് വിജ്ഞാപനമിറക്കിയിരിക്കുന്നത്. സമാനമായി മുപ്പൈനാട് കോട്ടപ്പടി വില്ലേജുകളിലെ പോഡാർ ടീ പ്ലാന്റേഷൻസിന്റെ 172 ഏക്കർ ഭൂമിയും നിക്ഷിപ്ത വനമായി വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. പോഡാർ കമ്പനി താലൂക്ക് ലാൻഡ് ബോർഡിന് നൽകിയ സത്യവാങ്മൂലത്തിൽ സ്വകാര്യ വനമായി രേഖപ്പെടുത്തിയ ഭൂമിയാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. 2012 അന്നത്തെ സൗത്ത് വയനാട് DFO ആയിരുന്ന P. ധനേഷ് കുമാർ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എസ്റ്റേറ്റുകളുടെ ഭൂമി സംബന്ധിച്ച് പരിശോധന നടന്നത്. ജില്ലാ സർവേ സൂപ്രണ്ട് സുനിലിന്റെയും ഫോറസ്റ്റ് ഡിവിഷണൽ സർവേയർ KK പ്രമോദിന്റെയും നേതൃത്വത്തിൽ വിശദമായ സർവേ നടത്തിയാണ് ഭൂമി ഏറ്റെടുത്തത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.